ഈ 7 തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് 2025 പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നത്. ഈ വലിയ വിജയം UDFന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കുറ്റപത്രവും ഞങ്ങൾ സമർപ്പിച്ച മാനിഫെസ്റ്റോയും ഗൗരവത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും കൃത്യമായ ഫീഡ്ബാക്കും ഞങ്ങൾക്കുണ്ടായിരുന്നു. LDFന് കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി ഞങ്ങൾ കാണുന്നു. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. UDF തരംഗം കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നിയമസഭയിലും ഉണ്ടാകും. നിയമസഭയിലും ഈ ഭരണത്തെ ആട്ടിപ്പായിക്കാൻ ജനം തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കിക്കുറിച്ച് നിന്ന് വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകി. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്.